യാഥാർത്ഥ്യ ബോധമില്ലാത്ത പ്രഖ്യാപനങ്ങൾ നടത്തി ധനമന്ത്രി ബജറ്റിന്റെ വിശ്വാസത്തെ നശിപ്പിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പ്രതിപക്ഷത്തെ വിമർശിച്ച് ബജറ്റിന്റെ പവിത്രത നശിപ്പിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷത്തെ വിമർശിക്കാനുള്ള ഡോക്യുമെന്റ് ആണോ ബജറ്റ് ഡോക്യുമെന്റ് എന്നും സതീശൻ ചോദിക്കുന്നു. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന അവസരത്തിൽ രാഷ്ട്രീയ വിമർശനത്തിനായി ബജറ്റ് ഡോക്യുമെന്റിനെ മാറ്റിയെന്ന് അദ്ദേഹം പറയുന്നു. നിയമസഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തും പ്രതിപക്ഷത്തെ വിമർശിക്കാൻ നിരവധി അവസരങ്ങളുണ്ട്. കാർഷിക മേഖലയെ നിരാശപ്പെടുത്തുന്ന ബജറ്റാണ് ഇത് എന്നും സതീശൻ പറഞ്ഞു. നയാ പൈസ ഇല്ലാതെ ജനങ്ങളെ പറ്റിക്കുന്നതിനുള്ള ബജറ്റാണ് ഇത് എന്നും പ്രതിപക്ഷ നേതാവ്. 3 വർഷം കൊണ്ട് 10 രൂപയാണ് റബ്ബറിനെ വർദ്ധിപ്പിച്ചത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. റബ്ബർ കർഷകരെ അവഗണിക്കുകയും പരിഹസിക്കുകയും ചെയ്യുകയാണ് എന്നും കാർഷിക മേഖലയിൽ പ്രതിസന്ധി നേരിടുന്ന കാലമായിട്ടും റബ്ബറിന്റെ താങ്ങുവിലയിൽ 10 രൂപയാണ് കൂട്ടിയത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. LDF പ്രകടന പത്രികയിൽ 250 രൂപയായി ഉയർത്തും എന്ന പ്രഖ്യാപനം പോലും പാലിച്ചിട്ടില്ല. ലൈഫ് മിഷൻ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചതിന്റെ 3% മാത്രമാണ് ചെലവാക്കിയത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന വിഴിഞ്ഞം പദ്ധതിയെ കുറിച്ചാണ് കൂടുതൽ പരാമർശം ബജറ്റിൽ ഉണ്ടായതെന്നും ക്ലീശയായ കമ്മ്യൂണിസ്റ്റ് പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് ധനസ്ഥിതി മറച്ചുവെക്കുകയാണ് ഉണ്ടായതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മുൻപ് പ്രഖ്യാപിച്ച പാക്കേജുകളിൽ 1 രൂപ പോലും ചെലവാക്കിയിട്ടില്ല, എന്നിട്ട് വീണ്ടും പണം വകയിരുത്തിയെന്ന് പ്രഖ്യാപിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നികുതി നിർദ്ദേശങ്ങൾ പ്രായോഗികമല്ല എന്നും കുറച്ച് കാര്യങ്ങളിൽ മാത്രമേ പ്രയോജനമായുള്ളൂ എന്നും അദ്ദേഹം പറയുന്നു. ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ 1.5 മാസം മാത്രം ബാക്കി നിൽക്കെ പദ്ധതി ചെലവിന്റെ 55.24% മാത്രമാണ് സംസ്ഥാന സർക്കാർ ചെലവാക്കിയത്. കഴിഞ്ഞ വർഷം 8.5 ലക്ഷം പേർ റബ്ബറിന് താങ്ങുവില ലഭിക്കാൻ അപേക്ഷ കൊടുത്തപ്പോൾ ഈ വർഷം 32,000 പേർക്ക് മാത്രമാണ് നൽകിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. UDF ഭരണകാലത്ത് കൊണ്ടുവന്ന കൊച്ചി മെട്രോ, വാട്ടർ മെട്രോ എന്നീ പദ്ധതികളെ കുറിച്ച് ഈ സർക്കാർ അഭിമാനം കൊള്ളുന്നു എന്നും അദ്ദേഹം പരിഹസിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.